ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിതാ മാറ്റി ഒരുങ്ങി അങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കും. പക്ഷേ വയനാട് പോവുകയാണ്. ഒരു വർഷത്തിനിടയിൽ ഒരു വട്ടമൊക്കെ ഞങ്ങൾ പോവൽ കേട്ടോ. കുട്ടികളെ മദ്രസ് സ്കൂളില്ലാത്ത സമയത്ത് കുറച്ച് ദിവസം നിന്ന് വരലാണ്. അതിൻ്റെ ഇടയിൽ പോയി വരും, നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന തിരക്കില്ലായിരുന്നു. അപ്പോൾ പൊന്നൂനെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹലോ ഗായ്സ്, അസ്സലാം വലൈക്കും. അങ്ങനെ ഞങ്ങൾ ഇന്ന് വയനാട് പോവുകയാണ്. ഒരു കൊല്ലമല്ല, ഒരു മാസം നിന്നിട്ട് വരും. പൊന്നോ എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? ആരടുത്തൊക്കെ പോണേ? ഉമ്മച്ചീൻ്റെ അടുത്തേക്കല്ലേ? ഉമ്മച്ചീൻ്റെ അടുത്തേക്കല്ലേ? ജിലോ ഈ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ രക്ഷപ്പെട്ടു എന്നാണോ? ഭാര്യമാര് വിരുന്ന് പോയാൽ ഭർത്താക്കന്മാർക്ക് ഒരു സമാധാനമാണ്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല, സത്യമാണ്. നിങ്ങളത് തുറന്ന് പറഞ്ഞു, മറ്റാരും തുറന്ന് പറയണില്ല അല്ലേ? ചുരത്തിലൊക്കെ വെച്ച് കാണാം വിരുന്ന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ കേട്ടോ. ഇതാ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇതാ നമ്മളെ കുരങ്ങന് ചക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ ഇരിഞ്ഞ് കവറിലാക്കിയതാണ്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പം അതുണ്ട്, കുറച്ച് പഴമുണ്ട്. വീഡിയോ കോളാകുകയാണ്. എന്നാ നിങ്ങൾ സ്റ്റാൻഡ് വാങ്ങിത്തരി, സ്റ്റാൻഡ് വാങ്ങിത്തരി. ചക്ക ഇങ്ങനെ ആയാലും കാണൂ, അറിയില്ല. ചക്കയാണെന്ന് പറയേണ്ടി വരും, അല്ല കാണൂല. ഇതിങ്ങനെ അടുത്തേക്ക് ഫോക്കസ് ചെയ്ത്. യെസ്, ലൈക്ക് ദാറ്റ്. ഇങ്ങനെ എടുക്ക. വൈകുന്നേരത്ത് കിട്ടണം, നട്ടുച്ച വൈകുന്നേരത്ത് കിട്ടണോ? കടൽക്ക പോവാ. ഹലോ, അത് കൂളിമാട് പാലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് നേരം ഫോണിൽ വീഡിയോ എടുത്തതാണ്. പിന്നെ അതാ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. റോഡൊക്കെ നന്നായി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ നോളജ് സിറ്റി റോഡാണ്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫുള്ള് രണ്ട് ഭാഗത്ത് കൃഷിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ വീഡിയോയിൽ പകർത്തിയതാണ്. നല്ല നല്ല വീടും നല്ല വൃത്തിയുള്ള റോഡും എല്ലാം കൂടി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ.
അപ്പോൾ ഇതാ നോർത്ത് സ്ട്രീറ്റിൻ്റെ എന്താ പറയുക ഹോസ്റ്റലാണ് കേട്ടോ അത് കാണിച്ചത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സന്ദർശന സമയം എന്നും രാവിലെ എന്താ പറയുക 9 മുതൽ 11 മണി വരെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ അറിയില്ലേന്നു. ആദ്യമൊക്കെ ശനി ഞായറൊക്കെ ആയിരുന്നു കേട്ടോ പെണ്ണുങ്ങൾക്ക് സന്ദർശനം. ഇപ്പോൾ എന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഉച്ചന് ശേഷം 2 മണി മുതൽ 3 മണി വരെയാണ് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ചെല്ലുന്ന സമയം 12 മണി കഴിഞ്ഞ്. അപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ആ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കണ്ട് പിന്നെ നല്ല വെയിലെന്ന് ആ സമയത്ത് 12 മണി 1 മണി നേരത്ത് നല്ല വെയിലല്ലേ, നടക്കാൻ പോലും കഴിയണില്ല വെയിൽ കൊണ്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് പിന്നെ ഇങ്ങോട്ട് പോയി വെക്കണം കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ കയറാം, പക്ഷെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ 20 രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ വില. നമ്മൾ പിന്നെ അവിടെ കയറിയ കുറച്ച് നേരം കളിക്കേണ്ട വിചാരിച്ച സമയമില്ലാത്തതുകൊണ്ട് കയറിയിട്ടില്ല, വേഗം പോകുന്നു കേട്ടോ. അങ്ങനെ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് ചെറിയൊരു തട്ടുകടയിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ തട്ടുകട കയറി. അവിടെ നമ്മൾ കപ്പയും ബോട്ടിയാണ് കേട്ടോ കഴിക്കണേ. ഒരു കൊല്ലത്തിൽ ഒറ്റ പോക്ക് സൈലൻസർ മാറ്റം. ഇതൊരു പാത്രമാണ്, ഇതൊരു പ്ലേറ്റ് ഇല്ല. 10 രൂപ കൂള നമുക്ക് ഷുഗറിന് വാങ്ങി. അതൊക്കെ ഫുള്ളാണ്. ഈ മാണി മാണ്ടി തിന്നു ഒന്നിങ്ങോ തരി. രണ്ടറ്റം കടിച്ചിട്ടെ അത് തൊട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് മാത്രമേ അറിയുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി ചുരത്തിലേക്ക് പോവുകയാണ്. ചുരം ഇവിടെ അടുത്താണ്. അപ്പോൾ കുരങ്ങിന് ചക്കയൊക്കെ കൊടുക്കണം. അപ്പോൾ ഇനി ഞാൻ ആ വീഡിയോയും കൂടി ഇട്ടാൽ വീഡിയോ ലെങ്താവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഇനി കാണണം.